ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്ത് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നന്നായിട്ടൊന്ന് ആഘോഷിച്ചായിരുന്നു ക്രിസ്മസ് ഒക്കെ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞു. ഇന്ന് 27 ആണ് ഡേറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഷിരംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൊതുവേ ക്രിസ്മസിന് മുമ്പാട്ടോ ഇതിന് ഭയങ്കര ഫേമസ്. കാരണം അവിടെ ഒരു ട്രെയിനാണ്, അതായത് ഒരു ലൈറ്റിംഗ് വെച്ച ട്രെയിൻ, അതിനകത്ത് സാന്താക്ലോസും എല്ലാം വന്നിട്ട് ഈ ഒരു വിൻ്റർ സമയത്ത് മറ്റേ എൻജിൻ ട്രെയിൻ ഉണ്ടല്ലോ, എൻജിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം എൻജിൻ ട്രെയിൻ, അതാണ് അവിടുത്തേത്. പിന്നെ അതിൻ്റെ കൂടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ കുറേ ദിവസമായി പോകണമെന്നൊക്കെ വിചാരിക്കുക, 2-3 വർഷമായി പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒരു ഒക്കേഷൻ ഒത്തു കിട്ടിയിട്ടില്ല പോകാനായിട്ടോ. അപ്പം ഇന്നാണ് അതിനൊരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ടൈം പോലെ കിട്ടിയത്. നമ്മൾ പക്ഷേ ബുക്കിംഗ് നോക്കുമ്പോൾ ഡിസംബറിന് മുമ്പുള്ള ഡേറ്റ്സ് എല്ലാം ബുക്കായി പോയായിരുന്നു നമ്മൾ നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ എന്താ പറയുക ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് സാന്താക്ലോസ് ഒന്നും വരത്തില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളും ആ പോകുന്ന വഴിയും ഒക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൊണ്ടുപോകും ആ ഒരു കാഴ്ച കാണാൻ. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ഇതാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ ശരി നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം. അപ്പം എൻ്റെ ഒരു കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ ഇന്നത്തേത്. അപ്പം നമ്മൾ ഇന്ന് അവിടെ പോകുന്നു, കുറച്ച് ട്രെയിനും യാത്രകളും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. ഒരു ട്രെയിൻ ഉണ്ട്, അതിനകത്ത് ലൈറ്റിങ്ങും കാര്യങ്ങളും വെച്ച ട്രെയിൻ ഉണ്ടെന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ കൂടുതലും വിശേഷം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉച്ചമയക്കത്തിൽ കിടന്നതായിരുന്നു. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ഫ്രണ്ടും കൂടെ കൂടിയാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ക്രിസ്മസ് വീഡിയോയിലൊക്കെ കണ്ട് ഗോപിക കേട്ടോ. അപ്പം എന്താ അവനോട് ഗോപിക വന്നു എഴുന്നേക്കാൻ പറഞ്ഞിട്ടും പുള്ളിയാണെങ്കിൽ ചുരുണ്ട് കൂടി കിടക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവിയേ എഴുന്നേറ്റേ. ഗോപിക ഇപ്പോൾ എത്തും. ഗോപിക അവിടെ നിന്ന് ബസ് കയറുന്നാ പറഞ്ഞ്. ബായോ. അപ്പം എന്താണ്ടേ ഞാൻ പോയി റെഡി ആവട്ടെ. അവിനെ ഒന്ന് റെഡിയാക്കാൻ എഴുന്നേപ്പിച്ച് അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയായി. ഇതാണ്ട് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് കേട്ടോ ഷിറിംഗ് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ എല്ലാ വർഷവും പോകുന്ന ക്രോമർ ബീച്ച് ഉണ്ടല്ലോ, ബീച്ചിന് തൊട്ടടുത്താട്ടോ ഈ എന്താ പറയുക ഷിറിംഗ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഇവിടെ പോരാത്തതിന് ഈ ട്രെയിനും അതുപോലെ തന്നെ കുറച്ച് മ്യൂസിയം കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഷിറിംഗ് വരുന്നത്. ക്രോമർ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടെന്തോ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ തന്നെ നമ്മളവിടെ എത്തി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ട്രാവലൊക്കെ ചെയ്ത് നമ്മളിത് ഇവിടെ എത്തിയിട്ടോ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പേ ആൻഡ് പാർക്കാണ്, നമ്മൾ പേ ചെയ്യണം. ഇനി നമ്മൾ ഇത് തൊട്ട് ഫ്രണ്ടിലാട്ടോ മറ്റേ ട്രെയിൻ വരുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്ന ആട്ടോ നമ്മൾ വന്ന ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത്. ഇവിടെ വന്നതേ ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ സമയം ഏകദേശം 6 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് 7:30-ക്കാണ് ട്രെയിന്. അപ്പം എന്താ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ എന്താ പറയണേന്നുള്ളത്. ബാ കമാൻ. ഇതാട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത്. ഷിരംഗം ട്രെയിൻ എന്നാട്ടോ ഇതിന് പറയുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻ റെയിൽവേ എന്നോ അങ്ങനെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട്. നമ്മൾ മീൻസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പം കൂടുതലും ആ പേരാണ് കാണുന്നത്. നമ്പേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടോ? 1975 ആൻഡ് 2025 എന്നാട്ടോ എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങോട്ടാണോ നമ്മൾ ഇങ്ങോട്ടാണോ പോണേന്ന് എനിക്കറിയത്തില്ല. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. മറ്റേ ശരിക്കും ക്രിസ്മസി വൈബൊക്കെ എന്നൊക്കെ പറയത്തില്ലേ, ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളും. ട്രെയിൻ വരുന്നത് ഏകദേശം ഈ ഒരു ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ. അവി എങ്ങനെ തണുക്കുന്നുണ്ടോ? ചെറിയൊരു തണുപ്പുണ്ട്, ചെറിയൊരു മഴയുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നമ്മൾ പേരും ടിക്കറ്റ് കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സീറ്റും കോച്ചും എഴുതിയ ഒരു ടിക്കറ്റ് തരും കേട്ടോ. ഇത് കാണിച്ചാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പണ്ടത്തെ ട്രെയിനിൻ്റെ ഓർമ്മകളൊക്കെ അവർ ഒരുപാട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ കഫേ ഉണ്ട് കേട്ടോ. നമ്മൾ എന്നാൽ പിന്നെ പോയി കുറച്ച് ഹോട്ട് ചോക്ലേറ്റോ ചൂടുകളിൽ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കഫേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും നല്ല അടിപൊളിയാണ്. പൊതുവെ ഇവിടുത്തെ ക്രിസ്മസ് ലൈറ്റിങ്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ താണ്ടി നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിലാണ് നമ്മൾ ഇനിയുള്ള സവാരികളൊക്കെ.
ഈ ട്രെയിൻ വിൻ്ററിൽ മാത്രമല്ല കേട്ടോ, സമ്മറിലും ഉണ്ട് ഇതുപോലെ തന്നെ. പോരാത്തതിന് ആ സമയത്ത് കൂടുതലും തീമിലും കാര്യങ്ങൾ, അതായത് ഹൊറർ ആയിട്ടുള്ളത്, പിന്നെ ജിൻ പാർട്ടിയുള്ള ദിവസങ്ങളുണ്ട്, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള പല ദിവസങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ താണ്ട് ഈ പുറകെ കിടക്കുന്ന കേട്ടോ നമ്മൾ പോകാൻ പോകുന്ന ട്രെയിൻ. അതെ, ഇതിപ്പം ഇതിനു മുമ്പ് പോയ ഓക്കെ നമുക്ക് കിടന്നു പോകാൻ പറ്റുമോ? സ്ലീപ്പർ ക്ലാസ് മറ്റേ സിറ്റിംഗ് ചെയർ. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് പോകാനുള്ള ട്രെയിനാട്ടോ ഈ പുറകെ കിടക്കേണ്ടത്. ഇതിപ്പം ഇതിന് മുമ്പിലത്തെ ഇതിന് പോയിട്ട് ഇപ്പോൾ വന്നാണ്. ഇതിപ്പോൾ വന്നേക്കുന്ന ഫസ്റ്റ് പ്ലാറ്റ്ഫോം 2-ലാണ്. ഇനി ഇതിങ്ങോട്ട് വരും, എന്നിട്ടാണ് നമ്മൾ കയറണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഹായ്. പിന്നെ ഇതിൻ്റെ അകത്തും ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ സിറ്റിംഗ് ചെയർ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അങ്ങനെ 2-3 ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ട്രെയിൻ 1975 സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഈ വർഷം ആയപ്പോഴത്തേക്കും 50 വർഷം തികച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റോഡിൽ പലയിടത്തും അവർ ഈ 50 എന്ന് പറഞ്ഞ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി. അത്യാവശ്യം നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ. ഏതാ ചേട്ടാ? അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കണോ? നമ്മൾ വിചാരിച്ചത്രയും. അങ്ങനെ തന്നെ ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടോ. അവനെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിയതാട്ടോ. ഫോട്ടോ എടുക്കാമെന്നും വീഡിയോ എടുക്കാമെന്നും പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാർക്കിങ്ങിൽ പൈസ കൊടുക്കുന്ന 6 മണിക്ക് ശേഷം ആ പാർക്കിങ് ഫ്രീ ആണ് കേട്ടോ. നമുക്ക് കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് വേറൊരു പേരുണ്ടെന്ന്, നോർത്തേൺ നോർഫോക്ക് റെയിൽവേ എന്നാട്ടോ അതിൻ്റെ പേര്. ഈ സൈറ്റിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്യുന്നത്. സമ്മറിലും വിൻ്ററിലും ഒക്കെയുള്ള ടിക്കറ്റ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൊറർ തീം, അതിൽ പല തീമും പാർട്ടീസും ഒക്കെ ഉള്ള ട്രെയിൻ ഉണ്ടെന്ന്. അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഇതിൽ കയറി നോക്കിയാൽ മതി. അങ്ങനെ തന്നെ ഞങ്ങളുടെ ട്രെയിൻ ട്രാവൽ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പോകുമ്പോൾ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഈ ലൈറ്റിംഗ് ആട്ടോ. നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇവരിതിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ട്രെയിൻ ഇവിടെ വന്നത്, എങ്ങനെയാണ് ഇവരിതിനെ ബിൽഡ് ചെയ്തത്, അതിനെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഈ ലൈറ്റിംഗ് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിൻഡോയുടെ പുറത്ത്, അതായത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ലൈറ്റിംഗ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഫീലാട്ടോ നമുക്ക് വെളിയിലേക്ക് കാണുമ്പോഴാണേലും അകത്താണേലും. പിന്നെ അകത്ത് അവർ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാട്ടോ ഇത് പോകുന്നത്. പലയിടത്തും പല തീമിലും പല കാര്യങ്ങളിലും ഉള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ട്രെയിൻ ജേർണി. തീമിൽ ഇവർ കഥകൾ പറയുന്ന മാത്രമല്ല കേട്ടോ, പല സ്ഥലത്തെത്തുമ്പോഴും അതിന് ആപ്റ്റായിട്ടുള്ള മ്യൂസിക്കും അവർ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ചില സമയത്തൊക്കെ സ്കെയറി ആയിട്ടുള്ള സാധനങ്ങൾ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് വന്നിട്ട് പോകാൻ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. കാരണം 1 ടൈം എക്സ്പെരിമെൻ്റ് ആണ്. ഒരു 2-3 പ്രാവശ്യമൊന്നും ചെയ്യാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. പക്ഷേ 1 ടൈം എന്താണെങ്കിലും നിങ്ങളിവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തത് വളരെ നല്ലതായിരിക്കും. ഈ വർഷം അവരുടെ 50ാമത്തെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ഏരിയ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടി ഏത് വർഷമാണ് തുടങ്ങിയത്, ഏത് വർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു അതായത് 1975 തൊട്ട് 1925 വരെയുള്ള ആ ഡേറ്റും പിന്നെ 50 ഒക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സ്ഥലമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ അവർ നന്നായിട്ടത് സെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ
ഏകദേശം 10-40 മിനിറ്റ് ട്രാവൽ ചെയ്ത് നമ്മൾ ഹോൾട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെ ഒരു 20 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനും വാഷ്റൂമിൽ പോകാനും അതുപോലെ ഇവിടെ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ ഒന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അജയ്ശേട്ടനും അവയും വാഷ്റൂമിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ തിരിച്ച് നമ്മൾ കയറി സ്റ്റേഷനിൽ തന്നെ പോവും. പിന്നെ അവിടെ നിന്ന് കേട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഇവിടെയാണെങ്കിലും ഈ സ്റ്റേഷനാണെങ്കിലും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു പിള്ളേർക്കും എല്ലാവർക്കും വൺ ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ സവാരിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം. 7:30 തുടങ്ങി 9 മണിക്കാട്ടോ തീർന്നത്. അത്ര നേരം ഉണ്ടായിരുന്നു. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫുഡ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ 2-3 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കട്ടെ. അവയ്ക്ക് ട്രെയിനിൽ വെച്ച് തന്നെ ഫുഡ് എന്നൊക്കെ വിശക്കണുണ്ടായിരുന്നു എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ഇവിടെ പൊതുവെ ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ്സിലെല്ലാം 8 മണിയാകുമ്പോഴത്തേക്കും കിച്ചൺ ക്ലോസ് ചെയ്യും. ഇവിടെയും അത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവർ സെർവ് ചെയ്യുന്നത് ഡ്രിങ്ക്സ് മാത്രമുള്ളതായിരിക്കും. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മുടെ ആകെ ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ബാക്കി എല്ലാ ബ്രിട്ടീഷ് റെസ്റ്റോറൻറ്റിലും ഇപ്പോൾ കിച്ചൺ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് പേരുണ്ടായിരുന്നുള്ളൂ, ബംഗ്ലാദേശ് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട് അകത്ത് കയറി നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കൊണ്ടുവച്ചത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. പോരാത്തിന് അവർ ക്ലോസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞങ്ങൾ നിന്നില്ല. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഏകദേശം 40-45 മിനിറ്റ് ഉണ്ട് വീടെത്താൻ കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡിൽ ഒരു കുഞ്ഞു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല, മൊത്തം ഇരുട്ടായിരുന്നു. അങ്ങനെ താണ്ടി നമ്മൾ നേരെ പോയി ഗോപികേനെ ഡ്രോപ്പ് ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ കറക്കവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. സമയം ഏകദേശം 11:30 ഇനി ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ.